നമ്മളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 9ാമത്തെ സെഷൻ ആയിട്ടുള്ള കരിയർ പാത്വേ ഫെയിൽ ബിൽഡിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ് എന്നുള്ള ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ഞാൻ മുഹമ്മദ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ വെൽക്കം മുഹമ്മദ് സാർ, ഓവർ ടു യു. Hi all. First of all, welcome to the session. ഓൾറെഡി നിങ്ങളെല്ലാവരും മെസ്സേജിലൂടെയും പോസ്റ്റിലൂടെയൊക്കെ സെഷന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരു സർട്ടൈൻ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ആ ഒരു പാർട്ട് നമ്മൾ എന്തൊക്കെയായിരിക്കും ഇതിൽ കവർ ചെയ്യുക, എന്തൊക്കെയായിരിക്കണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട ടേക്ക് അവേസ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇപ്പൊ സെഷൻ 9 കരിയർ പാത്വേ പ്രൊഫൈൽ ബിൽഡിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ്. ഈ പേര് കാണുമ്പോൾ തന്നെ നമ്മൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള 36ഓളം പ്രോഗ്രാംസ് എന്നുള്ള ലേണേഴ്സ് നമ്മൾ ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തരും പല ലെവൽസിലായിരിക്കും ലൈഫിൽ ഉണ്ടാവുക. ഇതിൽ തന്നെ നമുക്ക് ഡിഗ്രി ചെയ്യുന്നവരുണ്ട്, പി ജി പ്രോഗ്രാംസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം പല ഏജിലും പല ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെയും കരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കരിയർ ചിന്ത, അല്ലെങ്കിൽ കരിയർ പ്ലാന് എന്ന് പറയുന്നത്, ഇപ്പൊ ചിലർക്ക് ആ ഒരു രീതിയിൽ കരിയർ എന്നുള്ള രീതിയിൽ തന്നെ അത്ര ആലോചിക്കാതെ ജസ്റ്റ് അക്കാഡമിക്സ്, ഡിഗ്രി, പി ജി അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ മാത്രമുള്ളവരും ഉണ്ടാവും. അപ്പം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത് യുണീക്കാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പം ഉദ്ദേശിക്കുന്നത് ഇതൊരു എക്സ്ട്രീംലി ബ്രോഡ് ടോപ്പിക്കാണ് ഈ കരിയർ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമുക്ക് ഒരു സെഷനിൽ, ഒരു 1 hour സെഷനിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാന്ന് പറയുന്നത് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, സ്ട്രാറ്റജൈസ് ചെയ്യണം, അതിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം പൊതുവിൽ ലോകത്ത് തന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ നമ്മള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവൺമെന്റുകളായാലും മറ്റ് ലൈക്ക് ഇനിഷ്യേറ്റീവ്സ് ആയാലും എവിടെയും എല്ലാ ഗവൺമെന്റ്സിനൊക്കെ എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ആളുകൾക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ കരിയർ സെറ്റ് ചെയ്ത് വരുന്ന രൂപത്തിലുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം ഇയേഴ്സ് എടുത്തിട്ട് ആണ് പലപ്പോഴും വലിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൺട്രി എന്നുള്ള നിലക്കൊക്കെ നോക്കുമ്പോൾ അവർക്ക് പോലും അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് നീഡ്സ് ടൈം, പേഷ്യൻസ്, വളരെ മൈക്രോ ലെവലിലുള്ള അറ്റൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ ഒരു ബെസ്റ്റ് പോസിബിൾ ഔട്ട്കത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ സെഷനിൽ എന്തായിരിക്കും പിന്നെ ടേക്ക് അവേ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് കൃത്യമായിട്ടും ഈ ഒരു സെഷൻ നിങ്ങളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. നമ്മളൊരു ഒരു ഫൗണ്ടേഷൻ ലെവലിൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിലപ്പുറം നമുക്ക് ഇതിന്റെ ഒരു സ്കോപ്പിൽ നമ്മൾ ഡിഫറെന്റ് ഡൊമൈനിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് കോഴ്സ് പ്രോഗ്രാമുകളിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കരിയർ പാത്വേസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ബ്രോഡർ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ലേൺ വൈസ് ബിലീവ് ചെയ്യുന്നത് നമുക്ക് ഇതിൽ ഒരു ആക്ച്വൽ ഔട്ട്കം, റിയൽ ഔട്ട്കം വരണം എന്നുണ്ടെങ്കിൽ ഇതിൽ പേഴ്സണലൈസ്ഡ് അറ്റൻഷനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെക്കാനിസംസും വേണം. അത്തരത്തിലുള്ള എഫേർട്സ് നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ്, അതുപോലെ തന്നെ മെക്കാനിസംസ് സൂൺ നിങ്ങളിലേക്ക് എത്തും. അപ്പൊ അത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സെഷൻ ഞാൻ അതിന്റെ കുറച്ച് ഗ്ലിംസസ് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പലരും പല സ്റ്റേജസിലായിരിക്കും, പല ലൈഫ് സിറ്റുവേഷൻസിലായിരിക്കും. അതിൽ നമ്മുടെ ആ ഒരു ലേൺ വൈസിന്റെ കൂടെയുള്ള ഒരു ഇഗ്നോ ഡിഗ്രി പി ജി ജേർണിയുടെ കൂടെ തന്നെ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ജസ്റ്റ് ഡിഗ്രി ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ പി ജി ഫിനിഷ് ചെയ്യുക എന്നുള്ളതിലുപരി നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അപ്പൊ അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. സോ ഇതിന്റെ ഒരു കോർ തീമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് വെക്കാം, ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അത് നമ്മളൊരു ലോങ് ജേർണിയാണ്. കാരണം ഡിഗ്രി ആണെങ്കിൽ 3 or 4 years ഉണ്ടാവും, അല്ലെങ്കിൽ പി ജി ആണെങ്കിൽ ഒരു 2 years നമ്മൾ കറക്റ്റ് ഡെഡ് ലൈനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ ലൈക്ക് ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ലേൺ വൈസിൽ നമ്മളെല്ലാവരും കുറച്ചധികം ലോങ് ആയിട്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യേണ്ടതാണ്. ആ ജേർണിയിൽ അക്കാഡമിക്സിന് പുറമെ, അതായത് നമ്മൾ ഡിഗ്രി പി ജി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള പ്രൈമറി ഒബ്ജക്റ്റീവിന് പുറമെ എന്തൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ കരിയർ, അക്കാഡമിക്സ്, ലൈഫ്, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, ഇന്റർ ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലക്സും ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷനിൽ പ്രത്യേകം ശ്രദ്ധിച്ച്
കാര്യങ്ങൾ ഗ്രഹിക്കാനും ഇനി നോട്ട്സും കാര്യങ്ങളൊക്കെ ഡയറിയും ഒക്കെ കയ്യിലുള്ള ആളുകൾ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാനും ഇനി അതില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നല്ല ജോയിൻ ചെയ്തെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നോക്കാനും ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു 4 കോർ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് നമ്മൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ് വെക്കുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ക്വിക്ക് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. ലൈക്ക് ഹൂഎവർ വി ആർ, വെറെവർ വി ആർ, ലൈക്ക് നമ്മുടെ കറണ്ട് സ്റ്റേറ്റസ് എന്താണെങ്കിലും തന്നെയും നമുക്ക് ഫസ്റ്റ് വേണ്ടത് അത് അറിയാന്നുള്ളതാണ്, നോ വെയർ യു ആർ എന്നുള്ളത്. അപ്പൊ അത് ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടും ലൈക്ക് ഏറ്റവും സിൻസിയർ ആയിട്ടും നമ്മൾ ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തിയിട്ട് നമ്മുടെ കറണ്ട് അക്കാഡമിക് കരിയർ ലൈഫ് സ്റ്റാറ്റസിനെ കുറിച്ചൊരു ധാരണ കിട്ടണം. ഐ ഹോപ്പ് മനസ്സിലായി എന്നുള്ളത്. നമ്മൾ ഇന്ററാക്ഷൻ പോസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻസിലൂടെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്യണമെന്നല്ല, നിങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് ബിൽഡ് ഫ്രം വിത്തിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കറക്റ്റ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പൊ അത് ആദ്യത്തെ പാർട്ട് നോ വി വേർ യു ആർ എന്നുള്ളിടത്ത് അത് നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മുടെ എന്താണെന്നുള്ളത് ഫസ്റ്റ് കറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് ആദ്യം ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ബിൽഡ് ഫ്രം വിത്തിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബെസ്റ്റ് വേർഷൻ ആവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്കിൽസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പ്രൊഫൈൽസ്, നമ്മൾ കരിയറിൽ വരുന്ന CV അല്ലെങ്കിൽ ലിങ്ക്ഡിനോ വാട്ടെവർ അത് ഉണ്ടാക്കിയെടുക്കാൻ, ഇപ്പൊ സ്കിൽസ് നേടിയെടുക്കുന്നു, അത് ഷോക്കേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്കത് റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യണം, വിത്തിൻ നമുക്കത് ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്തിട്ടുള്ള ജേർണിയെ നിങ്ങൾ വാല്യൂ ചെയ്യുകയും അതിനനുസരിച്ചുള്ള എഫേർട്സ് എടുക്കുകയും ചെയ്യുക. ചൂസ് ചെയ്തിട്ടുള്ള ജേർണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇഗ്നോ ലേൺ വൈസ് ഡിഗ്രി ഓർ PG ജേർണി എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും കമ്മിറ്റഡ് ആയിട്ട് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. സോ അത് വാല്യൂ ചെയ്യാന്നുള്ളതുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന റിലവന്റ് ഡുവബിൾ സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഡിഗ്രിയുടെ PGയുടെ കൂടെ തന്നെ എംപ്ലോയബിൾ ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുമ്പിലേക്ക് വരുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ വരണം. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ബിൽഡ് ഫ്രം വിത്തിൻ. ഓക്കെ, നമ്മൾ എവിടെയാണ് ഇപ്പം കറന്റ്ലി നിൽക്കുന്നത് എന്നുള്ള അറിയാം, ആൻഡ് ഓൾസോ നമ്മൾ ഇന്റേണലി പ്രിപ്പയർഡ് ആവുക, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം ആ രണ്ടാമത്തെ കാര്യം ആയി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ജേർണി, സ്കില്ല്, അതേപോലെ പ്രൊഫൈലിംഗ് കാര്യങ്ങളൊക്കെ ഒത്തുചേർന്ന് വരുന്ന സമയത്ത് സ്ലോലി നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങും. മൂന്നാമത്തേത് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഈ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ സർട്ടൈൻ സെറ്റ് ഓഫ് കാര്യങ്ങൾ കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ജേർണി അല്ലെങ്കിൽ പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ കഴിയുക. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാവുക. അപ്പൊ ഇപ്പൊ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ളത്. പക്ഷെ സെഷൻ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നിന്ന് കഴിഞ്ഞാൽ ഐ കൻ അഷ്യൂർ യു ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൽ ഒരു സെറ്റിംഗ് അപ്പ് കിട്ടും എന്നുള്ളത്. അതിൽ ചില ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാതെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ബോറിംഗ് ആയിരിക്കാം. ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പറ്റാവുന്നവരൊക്കെ സ്റ്റേ ടിൽ എൻഡ്. ഓക്കെ, ഫോർത്ത് എന്ന് പറയുന്നത് നമ്മളൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസ് ലെവൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ഫൗണ്ടേഷൻ ബേസ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോ ഡിഗ്രി അല്ലെങ്കിൽ PG നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവസാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. രണ്ടാമത്തത്, നമ്മുടെ ഒരു അക്കാഡമിക് ലേണിംഗ് സ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഓഫ് വർക്ക് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു ബേസ് ലെവൽ സെറ്റ് ചെയ്തെടുക്കുക. അത് നമ്മൾ ഒരു ഇന്റേണൽ മോട്ടിവേഷനും നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ എങ്ങനെ അതിന്റെ കൂടെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു പാർട്ടും. നാലാമത്തത്, റൈറ്റ് നൗ നമ്മുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതിൽ
അത് നമ്മളെ ഇഗ്നോ ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു പാർട്ട് തന്നെ. ഓക്കെ. ഈ മൊത്തം സെഷനെ ഒരു ലൈക്ക് ലെക്ചറോ കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ അതിനെ ഈ ഒരു 2 തീമിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതൊരു കണ്ണാടിയായിട്ട് കാണുക, നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷൻ. അതായത് നമ്മളൊന്ന് പോസ് ചെയ്യാണ്. നമ്മളിപ്പം ഒരുപാട് ഓറിയന്റേഷൻ സെഷൻസും അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലെ വേറെ ഒരുപാട് കാര്യങ്ങളും സംഗതികളും ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കരിയർ അല്ലെങ്കിൽ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്തെടുത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളൊരു പാർട്ട്. അപ്പൊ അതില് മാപ്പ് എന്ന് പറയുന്നത് വരുമ്പോൾ നമ്മളിപ്പം ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, നമ്മളിപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ജേർണിയിൽ നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പുകൾ എവിടെയൊക്കെയാണ്. കാരണം നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് ലൈഫിൽ. അപ്പൊ അതിൽ ചെറിയ ചെറിയ ലെവൽസ് ഉണ്ടാവും, സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് എത്തേണ്ട ആ ഒരു ജേർണിയും, ഈ ഒരു 2 കാര്യങ്ങൾ ജസ്റ്റ് പറ്റാവുന്നവർ അതൊന്ന് ഗ്രഹിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽസ് അല്ലെങ്കിൽ യുവർ സെൽസ്. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും, നമ്മൾ എവിടെയാണ് ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപരിയായിട്ട് നമുക്ക് എല്ലാവർക്കും, അതായത് ഏത് ഏജ് ആണ്, എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തി, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ കഴിവുകളുണ്ട്, ഇതിലൊക്കെ നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദർ ഇസ് എ ചാൻസ് നമ്മുടെ ബെറ്റർ വേർഷൻ ആയി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ. അത് ഐ ഹോപ്പ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് യു ടു പോസ്റ്റ് ആൻഡ് തിങ്ക് ഓവർ ഇറ്റ്. അപ്പം അതാണ് നമ്മൾ ഈ സെഷനിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ ഹൺഡ്രഡ്സ് ഓഫ് ലേണേഴ്സ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളതിൽ നമുക്ക് സെഷൻസ് മുന്നോട്ട് ഇപ്പം ഒരു ലെങ്തി ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് നമ്മൾ ഇതിൽ നടക്കുന്നത്. സോ അതില് ഓരോ സെഷനും ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സെഷൻസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അത്രയും പാർട്ടിസിപ്പൻസ് ഇല്ല. ആൻഡ് ഓൾസോ മേ ബി ഡ്യൂ ടു ദ ടൈം ഓർ അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. പക്ഷെ എന്നാലും നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ലേണേഴ്സ് നമ്മുടെ ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു 18-19 വയസ്സിലുള്ള ജസ്റ്റ് ഫസ്റ്റ് ടൈം +2 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സോ മറ്റോ ചെയ്യുന്നതിന്റെ കൂടെ ഇതുകൂടെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഓക്കെ. അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും മറ്റും, അല്ലെങ്കിൽ അതർ കൺട്രീസ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ലൈക്ക് ഹൗസ് വൈഫ്സ് കുറെ കാലത്തിന് ശേഷം വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. ടീച്ചേഴ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റ് ഒരു എബവ് 50 ഒക്കെ ഉള്ള ലൈക്ക് ലൈഫിൽ ഓൾറെഡി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള, എന്നാൽ കുറെ കാലത്ത് ആഗ്രഹത്തിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഇതിൽ നമ്മളെല്ലാവരെയും യൂണിഫൈ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഒരു പുതിയ പാത്ത് അല്ലെങ്കിൽ ഒരു പാരലൽ ട്രാക്ക് നമുക്ക് വീണ്ടും ഡിഗ്രി PG ചെയ്യണം. അതിന്റെ കൂടെ മെജോറിറ്റി ഓഫ് കുറച്ച് ആളുകൾ വെച്ച് നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കരിയറിലും ലൈഫിലും ഇതുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും. സോ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു പുതിയ സ്റ്റാർട്ടിങ്, അതായത് നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ എൻറ്റയർ സെഷന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഇനിയിപ്പം നമ്മൾ എവിടെയാണ് ഇപ്പൊ കറന്റ്ലി എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു അസസ്മെന്റ് സ്വയം ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അപ്പോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ അതിലൊന്ന് റീവർക്ക് ചെയ്യണം. അപ്പൊ അതിലൊരു ജസ്റ്റ് ഒരു ലൈക്ക് നിങ്ങൾ ഇതിൽ വരുന്നു എന്നുള്ളത് നോക്കാം. ഇതൊരു ജസ്റ്റ് കാരണം ഇതിൽ ഒന്നിലും മൾട്ടിപ്പിൾ ഐറ്റംസിൽ വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇതിലൊന്നിലും അല്ല, ഞാൻ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സെഷനിൽ എല്ലാരെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ഡിഫറെന്റ് ജേർണീസ് ആയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ്, പേരുകൾ നിങ്ങൾ അത്ര നോക്കണമെന്നില്ല. ഒരു 18-25 ആ ഒരു ഏജ് റേഞ്ചിലൊക്കെ ഉള്ള ആളുകൾ, നിങ്ങളിപ്പം യങ് ആണ്, മോട്ടിവേറ്റഡ് ആണ്,
ഒരു ഒരു നല്ലൊരു പ്രൊഫഷണൽ കരിയർ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ്, അല്ലെങ്കിൽ ഒരു ഒരു മീനിങ് ഫുൾ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഫ്രീലാൻസിങ്ങോ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല രീതിയിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ഒരു കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതില് പലപ്പോഴും ഈ ഒരു ഏജിൽ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടാവില്ല. ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളൊരു ബേസ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ വരുമ്പോൾ. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇഗ്നോയുടെ കാര്യം, നമ്മുടെ ഡിഗ്രി പി ജി കറക്റ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാര്യം ആലോചിക്കുക. രണ്ടാമത്തത് നമുക്ക് വേണ്ട ഒരു റിലവൻറ്റ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുന്നത് ആലോചിക്കാം. ആൻഡ് നമുക്കൊരു ബേസിക്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാനൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരു യങ് ഏജിലുള്ള ആളുകൾ. കാരണം ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ ജോബോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും അതിൽ നമ്മൾ നിലവിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ ഉള്ള ചെറുതാണെങ്കിലും ആ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചിട്ട് ഒരു റെസ്യൂമിയോ സിവിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൾസോ നമ്മുടെ മെന്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്സൈഡിലുള്ള സീനിയേഴ്സുമായിട്ടോ മറ്റോ ഒക്കെ ലൈക്ക് നെറ്റ്വർക്ക് ചെയ്യാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ സ്റ്റെപ്സ് ഇതിലെടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരും കേട്ടോ. ഇനി ഈ പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി ഉള്ള കേസിലാണ്. ഇനി ഇതേ ഇതിൽ തന്നെ നമുക്ക് അത്രയൊന്നും ക്ലാരിറ്റി ഇല്ലാതെ ജസ്റ്റ് ലൈക്ക് ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം, ഇപ്പം ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലെ ആരെങ്കിലും ഒക്കെ നമ്മൾ അധികം ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മളൊരു പ്രോഗ്രാമിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തു. നൗ ലൈക്ക് ഇപ്പോഴും ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ശരിക്കും എനിക്ക് തന്നെയാണോ വേണ്ടത്, അങ്ങനെ ഒരു ഡിസ്കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും ഇതിൽ തന്നെ. അപ്പൊ അത് മനസ്സിലാക്കുക, നിങ്ങൾ എലോൺ അല്ല, യു ആർ നോട്ട് ലോസ്റ്റ്. നേരത്തെ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലൈക്ക് മോശമായ കാര്യമൊന്നുമല്ല. ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ്, എസ്പെഷ്യലി അക്കാഡമിക്സ് കരിയർ റിലേറ്റഡ് ആയിട്ടുണ്ടാവും. കൺഫ്യൂഷൻസ് സംടൈംസ് നല്ലതുമാണ്, ബിക്കോസ് വി കീപ് എക്സ്പ്ലോറിങ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. പക്ഷെ അതിങ്ങനെ റാൻഡം ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇന്റന്റ് ഇല്ലാതെ എന്താണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എവിടെയും എത്തില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ അത് നമ്മൾ ഈ സെഷനിൽ പറയുന്നത് പോലെ പിന്നീട് നമ്മൾ കൃത്യമായിട്ട് വീക്ക്ലി ഒക്കെ റിഫ്ലക്ട് ചെയ്യുക. നമ്മൾ എന്താണ് നമുക്കൊരു താല്പര്യം വരുന്നത്, അല്ല എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ലൈഫിൽ എന്താണ് ജോബ് അല്ലെങ്കിൽ കരിയർ വേണ്ടത് എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതിൽ തന്നെ ആദ്യത്തെ 2 കാറ്റഗറീസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇനി ഒരു 26 to ഒരു 45 ആ ഒരു ഏജിലൊക്കെ ഉള്ള ആളുകൾ ഒരു പക്ഷെ ലൈക്ക് ഹൗസ് വൈഫ്സ് ആവാം, അല്ലെങ്കിൽ ഓൾറെഡി വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു ഏജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ചധികം ജീവിച്ചു, ഒരുപാട് എക്സ്പീരിയൻസസ് ആയി, ചിലപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ മാരേജിനൊക്കെ ശേഷം വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിട്ട് നമുക്ക് കുട്ടികളൊക്കെ വലുതായിട്ടുണ്ടാവാം. നമ്മളൊരു ഫുൾ വീട് അല്ലെങ്കിൽ എൻറ്റയർ ഫാമിലി ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്തൊക്കെയോ റിഗ്രറ്റ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഒരു സെക്കൻഡ് ചാൻസ് വേണം, അല്ലെങ്കിൽ ഒരു ബെറ്റർ ജോബ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കരിയർ വേണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ചെറിയ റിഗ്രറ്റ്സ് വരും. ഞാനതെന്ത് ലൈക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇട്ടും, അല്ലെങ്കിൽ എനിക്ക് ട്രൈ ചെയ്തിരുന്നെങ്കിൽ അവസരങ്ങൾ ഉണ്ടാവുമായിരുന്നു, മുമ്പേ ഞാനിത് എന്തുകൊണ്ട് ചെയ്തില്ല, ഇനിയിപ്പോ വളരെ ലേറ്റ് ആണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആലോചനകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളെല്ലാം അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് എടുത്തു, നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ലേൺ വൈസിന് നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി പി ജി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി അതിൽ മേലെ നിങ്ങൾ കരിയറിലും ലൈഫിലും കൂടുതൽ ലൈക്ക് വെൽ ഓർഗനൈസ്ഡും സക്സസ്ഫുള്ളും ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെഷൻസിലേക്കും ഇത്തരം ഡീറ്റെയിലേക്കും പോകുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ, യു ആർ നോട്ട് ലേറ്റ്, യു ആർ റെഡി, ബിക്കോസ് യു ഹാവ് ഓൾറെഡി ടേക്കൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിൽ നമ്മളുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
നമുക്ക് പറ്റാവുന്ന, നമുക്ക് താല്പര്യമുള്ള, നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ ബിൽഡിംഗ്, റെസ്യൂമേ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ നമുക്ക് പാരലലി ഇഗ്നോ സെഷൻസിന്റെ കൂടെ, ഇഗ്നോ പെർസ്യൂ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ, ഡിഗ്രി ഓർ PG പെർസ്യൂ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ നമ്മുടെ ഒരു ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു 45ന്റെ ഒക്കെ മേലെയുള്ള, അല്ലെങ്കിൽ ഒരു 50, 60, ഈവൻ 70, 80 വയസ്സിലൊക്കെ ഉള്ള ലേണേഴ്സ് ലേൺ വൈസിലുണ്ട്. സോ അവർ ഓൾറെഡി ഒരുപാട് ലൈഫ് കണ്ടിട്ടുള്ളവരായിരിക്കും, ഒരുപാട് മൈൽ സ്റ്റോൺസ് ക്രോസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരു ജോബ് ആവശ്യം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി ഏർണിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ബട്ട് ലൈക്ക് അവർക്കുമുള്ള ആഗ്രഹങ്ങളായിരിക്കും മുമ്പേ തന്നെ. എനിക്ക് പഠിക്കണമെന്ന് പല സാഹചര്യങ്ങളും ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് എന്റെ പഠനം പൂർത്തിയായിട്ടില്ല, എനിക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ വേറെ ലൈക്ക് ലൈഫിലെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ഇൻഫീരിയോറിറ്റി, ഒരു ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് PG ഇല്ല എന്നുള്ളത് കൊണ്ട് തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ അത് ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കൂട്ടുക അല്ലെങ്കിൽ എന്നുള്ള ഒരു സാധനമായിരിക്കാം. അല്ലെങ്കിൽ ശരിക്കും ലവ് ഫോർ നോളജ് ആയിരിക്കാം, പഠിക്കണം എനിക്ക് ഇന്ന സബ്ജക്ട്. ഒരുപാട് പേര് അങ്ങനെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, മറ്റ് ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ ഡിഗ്രി PG ലൈക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലൈക്ക് ആ ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റസോ കാര്യങ്ങളെക്കാളൊക്കെ ഉപരി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, സോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ജേർണി ലൈക്ക് കൃത്യമായിട്ട് അത് ലൈഫിൽ അപ്ലൈ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പം ബേസിക്കലി ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മളിതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം പറഞ്ഞത് നമ്മൾ ഏത് സാഹചര്യങ്ങളായാലും നമ്മളെ കൊണ്ട് പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് തന്നെ, നമ്മളെ കൊണ്ട് പറ്റും. ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും we can rebuild ourselves, അല്ലെങ്കിൽ we can become the best version of ourselves. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ. അപ്പൊ അത് ഞാൻ പല എക്സാമ്പിൾസ് പറഞ്ഞത് പലതും പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലത് അവരെ തന്നെ കണക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് എല്ലാം അത്രയും ഡൈവേഴ്സ് ഓഡിയൻസ് ആയതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾ കേസസ്, സിനാരിയോസ് പറഞ്ഞതേ. ഓക്കെ, അപ്പൊ നമ്മൾ 2 കാര്യം കഴിഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളിപ്പോ ജീവിതത്തിൽ എവിടെയാണ് നിൽക്കുന്നത്. ഇനി അടുത്തത്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഈ 2 കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളിപ്പം ജോയിൻ ചെയ്തു, ഒരു ഡിഗ്രി PG ന്യൂവിൽ ജോയിൻ ചെയ്തു, ലേൺ വൈസിന്റെ കൂടെയുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ജേർണിയാണ്. അതായത് ഡിഗ്രി മാറ്റേഴ്സ്, ഡിഗ്രി ഓർ PG മാറ്റേഴ്സ്. ഓക്കെ, ചിലപ്പോൾ ചിലയിടത്തെങ്കിലും നിങ്ങൾ കാണുക, ഈ കാലത്ത് ഡിഗ്രിയും PG ഒക്കെ വേണം, സ്കില്ലല്ലേ വേണ്ടത് എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത് ഡിഗ്രിയും PG തന്നെയാണ്. അപ്പൊ അതില്ലാത്തതിന്റെ ഒരുപാട് ലൈക്ക് അനുഭവങ്ങളുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപാട് ലേണേഴ്സ് നമ്മുടെ ലേൺ വൈസിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഡിഗ്രി ഓർ PG എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ്സ് എന്നതിനേക്കാൾ ഉപരി ഓഫ്കോഴ്സ് അത് ഒരു നോളജ് ബിൽഡിംഗ് സാധനമാണ്. നമുക്ക് ആ ഒരു ജേർണി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അതായത് പേഷ്യൻസ്, പെർസിസ്റ്റൻസ്, ഡിസിപ്ലിൻ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് തന്നെ ചെയ്യുന്നു എന്നുള്ളതിൽ യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ഇറ്റ്, ബിക്കോസ് യു ഹാവ് ചൂസൺ ദ ബെസ്റ്റ്. ഓക്കെ, സോ പക്ഷേ ഇൻ റിയാലിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് മാത്രം മതിയാവും. കാരണം നമ്മളിപ്പോൾ ഒരു ജോബിലേക്ക് പോകുമ്പോൾ, കരിയർ, അപ്പൊ നമുക്ക് ഏൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഫ്രീലാൻസ് ചെയ്യോ, സ്വന്തം ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യായിരിക്കും, ഒരു കോർപ്പറേറ്റിലോ ഗവൺമെന്റിലോ എവിടെയെങ്കിലും ജോലി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ അല്ല, ഒരു നമ്മുടെ സ്പെസിഫിക് സ്കിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് നമ്മളെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ ഒരു സ്പെസിഫിക് സ്കില്ലിലുള്ള ജോലി നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമുക്കൊരു അപ്ഗ്രേഡോ കാര്യങ്ങളോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഒരു ജോലിയിലേക്ക് എത്താതെ വളരെ യങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ലൈക്ക് 30s-ലോ 40s-ലോ ഉള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്ത് നല്ല പൊസിഷനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു റെസ്യൂമെ പ്രൊഫൈൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എവിടുന്ന് ഡിഗ്രി ചെയ്തു, PG ചെയ്തു എന്നുള്ളത് മാറ്റർ ചെയ്യും. ആ പാർട്ട് കഴിഞ്ഞു. അതിലപ്പുറം രണ്ടാമത്തെ പാർട്ട് സ്കില്ലാണ്. അതായത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും
എന്നുള്ളത് തന്നെയാണ് സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാള് ഇഗ്നോയിൽ നിന്നും ലേണേഴ്സിന്റെ കൂടെയൊക്കെ എംകോം ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഒരു ബേസിക് എക്സലില് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു വർക്ക്. അല്ലെങ്കിൽ ബേസിക് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. ആ റിലേറ്റഡ് ഫീൽഡിൽ നമുക്കൊരു ഒരു നല്ല ജോലിയിലേക്ക് എത്തുക അല്ലെങ്കിൽ പേയിങ് ജോബിലേക്ക് എത്തുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷനും നമ്മളെ എബിലിറ്റിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ആ ഗ്യാപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പാരലലി തന്നെ സ്കിൽസ് ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ. പക്ഷെ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പലർക്കും ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇന്ന കാര്യം അറിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജോലിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് കാര്യങ്ങളില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഒരിക്കലും പെർമനന്റ് അല്ല. നമുക്ക് എഫേർട്ട് എടുത്തിട്ട് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. എന്താണ് ഈ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സംവിധാനങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്ന എല്ലാം സ്കില്ല് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഒരാള് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരാള് റെക്കഗ്നൈസ് ചെയ്യോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കാര്യം അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം. യൂസ്ഫുൾ ആവുന്നതും കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യം ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഞാനതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം, എന്തും ഒരു സ്കില്ലാണ്. ഏറ്റവും ചെറുതായിട്ടുള്ളതും വലുതായിട്ടുള്ളതും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതോ, ടീച്ച് ചെയ്യുന്നതോ, അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതോ, സൂപ്പർവൈസ് ചെയ്യുന്നതോ, കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നതോ ഒക്കെ, ലൈക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതോ സെയിൽസ് ചെയ്യുന്നതോ ഒക്കെ സ്കില്ലാണ്. ആൻഡ് ഇതൊന്നും അല്ലാതെ നമ്മൾ അല്ലാതെ ഒരു ഫോർമൽ സെക്ടറിൽ അല്ലാതെയുള്ള വളരെ ഹാർഡ് സ്കിൽസും ഉണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള. അപ്പൊ ഇത് നമ്മളുടെ ഡിഗ്രി ഓർ പി ജിയുടെ കൂടെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള, അത് റിലവൻറ്റ് സ്കിൽ ആക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതാണോ, ഇപ്പൊ നമ്മളിപ്പോ ഒരു MSW ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു നല്ല NGOയില് അല്ലെങ്കിൽ ഗവൺമെന്റിലുള്ള ഏതെങ്കിലും പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യാനും ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഫീൽഡിൽ പോയിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം. ഒരു BA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാള് ലൈക്ക് അവർക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷനിലോ മറ്റോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ്, അതിൽ ടെക്നോളജിക്കലി വന്നിട്ടുള്ള ലൈക്ക് അഡ്വാൻസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു BCom സ്റ്റുഡന്റോ MCom സ്റ്റുഡന്റോ MBA സ്റ്റുഡന്റോ ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ഒരു വർക്ക് പ്ലേസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, മേ ബി അത് ലൈക്ക് MS ഓഫീസ് സ്യൂട്ട് ആയിരിക്കും, സ്പ്രെഡ്ഷീറ്റ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ആ രീതിയിലുള്ള. ഇനിയിപ്പം വീട്ടിലിരുന്നു കൊണ്ട് ഒരു ജോലി, ഒരുപാട് അവസരങ്ങൾ നമ്മളൊരു ഡിജിറ്റൽ റെവല്യൂഷന് ശേഷം, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ്, ഒരുപാട് ജോലികൾ നമുക്ക് ഓൺലൈനിൽ നല്ല രീതിയിൽ ഏൺ ചെയ്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ വേണ്ട ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. അഡീഷണൽ സ്കിൽസ് ചിലപ്പോൾ ലൈക്ക് നമ്മളൊരു മെയിൻ സ്കിൽസ് കുറച്ചുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ക്യാൻവ ഉപയോഗിച്ചൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോണ്ടന്റ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ, അല്ലെങ്കിൽ ഒരു ടീമിനെ മാനേജ് ചെയ്യാനോ ഒരു പ്രസന്റേഷൻ കൊടുക്കാനോ ഒക്കെ ഉള്ള സ്കിൽസ് നമുക്ക് വേണ്ടി. ഈ സ്കില്ലിങ്ങിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്കത് ഓരോ പ്രോഗ്രാം വൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ജനറിക് ആയിട്ട് ഇന്ന സ്കിൽസ് മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ള രീതിയിൽ പറയാന്ന് പറയുന്നത് പ്രയാസമാണ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ഓറിയന്റേഷനിലൊക്കെ ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അപ്സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സും വർക്ക്ഷോപ്സും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോ ഇഗ്നോർ ജോയിൻ ചെയ്തു, നമുക്ക് തൊട്ടടുത്ത അസൈൻമെന്റ്സും PE ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്കോട് കൂടിയിട്ട് ഓരോ സെഷൻസും കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ പാരലലി തന്നെ നിങ്ങൾ സ്വയം സെൽഫ് റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു 2-3 പ്രധാനപ്പെട്ട സ്കിൽസ് എനിക്ക് മസ്റ്റ് ആയിട്ട് വേണമെന്നുള്ളത്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്കിൽസ്, ടെക്നോളജി സ്കിൽസ് ആയിരിക്കും, അതിൽ തന്നെ സ്പെസിഫിക് സോഫ്റ്റ്വെയർസോ പ്രോഗ്രാംസോ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് ആയിരിക്കും. എന്താണോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് ഇന്റർനെറ്റിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള, ഒരുപാട് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്ന റിസോഴ്സസ് അവൈലബിൾ ആണ്. അത് ലൈക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ തേടി പിടിച്ച് കാണണം, അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്നെങ്കിലും അതിലൊരു അപ്രൂവൽ കിട്ടണം എന്ന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ. അത്തരം സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓരോ സ്കിൽസ്
ചില സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും മൈക്രോ ലേണിംഗ് സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഗൂഗിളും മൈക്രോസോഫ്റ്റും അല്ലെങ്കിൽ ലിങ്ക്ഡിനും ഒക്കെ കൊടുക്കുന്ന, അല്ലാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഇതൊക്കെ കൊടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസും സർട്ടിഫിക്കേഷൻസും ഉണ്ട്. അത് ചെറുതിൽ നിന്ന് തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇനി അത് നിങ്ങളുടെ വർക്കിൽ ഇപ്പൊ ഒരു ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആ വർക്കിൽ ആ സ്കിൽസ് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളൊരു സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മേ ബി നമ്മളൊരു ഗൂഗിൾ ഡ്രൈവിലൊക്കെ ലൈക്ക് കളക്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് നമുക്കത് എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പിന്നീട് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഒന്നുകിൽ നമ്മുടെ വർക്കിൽ തന്നെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതുവരെ ഒരു വർക്കിലേക്ക് ജോയിൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വർക്കിൽ നിന്ന് അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളുടെ നിലവിൽ സാഹചര്യം, ഇപ്പം ഓൾറെഡി വർക്കിലേക്ക് ജോയിൻ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുത്ത ഒരു സ്കിൽ അപ്ലൈ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ വിൽ, ദർ ഇസ് എ വേ എന്നുള്ളതാണ്. നമുക്ക് ലൈക്ക് ഇന്റേൺഷിപ്സ് ചെയ്യാം, ഒരുപാട് അടുത്ത് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കണക്ഷനുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം ഇനീഷ്യലി പെയ്ഡ് അല്ലാതെ നമുക്ക് ആ സ്കില്ല് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അൺപെയ്ഡ് ഇന്റേൺഷിപ്സോ അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് അങ്ങനെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, ബിക്കോസ് അത് മാത്രമേ നമുക്ക് ലോങ് റണ്ണിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പം സ്കില്ല് ഏൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക, ആൻഡ് അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ലൈക്ക് ഏറ്റവും ചെറുതായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പേഷ്യൻസോട് കൂടി സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരിക്കലും ലൈക്ക് നമ്മൾ എന്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അത് നമുക്കൊരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പേയോ കാര്യങ്ങളോ കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ അഡീഷണൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ സ്കിൽസ് കോമ്പൗണ്ട് ചെയ്യും. കാരണം നമ്മൾ അത് അത്രയും എഫേർട്ട് എടുത്ത് അതിലൊരു കൃത്യമായ ലൈക്ക് ഒരു ഡോമിനൻസ് ആ സ്കില്ലിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി വർത്ത് ആയിരിക്കും. നമുക്ക് അതിനനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള ഗ്രോത്തും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോ അപ് സ്കില്ലിങ്ങിനെ കുറിച്ച് ജനറൽ ആയിട്ട് നമ്മുടെ സെഷന്റെ ടൈറ്റിലുള്ള സാധനമാണ്. അപ്പം ജനറൽ ആയിട്ട് അതാണ് പറയാനുള്ളത്. ഇപ്പൊ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരുപാട് കേൾക്കുന്ന ബസ് വേർഡ് ആണ്. അപ് സ്കില്ലിങ്, സ്കില്ല് ചെയ്യണം, സ്കില്ല് ഉണ്ടെങ്കിൽ ഇനി വർക്ക്. അപ്പം നമ്മൾ അതിങ്ങനെ കേട്ട് ഓക്കെ എനിക്ക് സ്കില്ലില്ല, എനിക്ക് സ്കില്ല് ചെയ്യണം, ലൈക്ക് എനിക്ക് കോഴ്സ് നോക്കണം, എടുക്കണം, ഇതിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതിലുപരി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇതാണെങ്കിൽ ഇതിപ്പം ഒരുപാട് പേര് വർഷങ്ങളോളം പറഞ്ഞു കിടക്കും എനിക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, എന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു, പക്ഷെ അല്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിന്ന കാര്യങ്ങൾ അതിങ്ങനെ പറയാന്നുള്ളതിലുപരി അതിങ്ങനെ കുറെ കാലം പറയാന്നുള്ളത് അതിലൊരു മാറ്റം വരുത്താനും നമ്മൾ സ്വയം ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറില്ല അത്. കാരണം ഇത് ലൈക്ക് ബേസിക് ചെറിയ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ഇന്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിബിൾ ആണ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് ആ വില്ല് വേണം എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 1-2 സ്കിൽസ് എങ്കിലും ഒരു വർഷം നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന രീതിയിൽ അത് ചെയ്യാൻ സ്വയം അതിനുള്ള വേണ്ടിയിട്ടുള്ള അത് ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ചിട്ടാണ്. നിങ്ങളിപ്പോ ഏത് ലെവലിലാണോ ഒരു സ്കില്ലുള്ളത് അതിനനുസരിച്ചിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യും. ഓൾറെഡി ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതിന്റെ അഡ്വാൻസിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ജീവിതത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ പോവേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കറന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ സ്കിൽ ബിൽഡിങ്ങിന്റെ പാർട്ട് പറഞ്ഞു, അത് വളരെ ക്രൂഷ്യൽ ആണ്. അടുത്തത് നമുക്ക് ഡിഗ്രിയും ഉണ്ട്, സ്കില്ലും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ജോലി തരേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ഇടപെടേണ്ടതോ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ആർക്കും ഇത് അറിയില്ല. എനിക്കിതുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കില്ലല്ലോ. അതായത് ലൈക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കത് എല്ലാ കാലത്തും അത് ഷോക്കേസ് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീസും കാര്യങ്ങളും പ്രയോറിറ്റീസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഒരു പ്രൊഫൈൽ മൊത്തത്തിൽ നമ്മൾ ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എക്സെപ്ഷണലി ടാലന്റഡ് ആയിരിക്കണം. ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് വന്ന്, അത് ലോകത്ത് 0.001% ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അവരൊന്നും ചെയ്തില്ലെങ്കിലും അവരുടെ പ്രൊഫൈലൊന്നും എവിടെ ഇല്ലെങ്കിലും ആൾക്കാർ വന്ന് അവരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നുള്ളത്. അല്ലാതെ നമ്മുടെ മെജോറിറ്റി ഓഫ് എല്ലാ ആളുകൾക്കും ഒരു പ്രൊഫൈൽ ഉണ്ടാവുക. അപ്പൊ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ടേം ആയിട്ടാണ് പറഞ്ഞത്. ആ പ്രൊഫൈൽ എന്താണ് ഒരു പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബേസിക്കലി പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും,
നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശരിക്കും ചെയ്യാൻ, ഏത് ഡയറക്ഷനിലാണ് പോകാനുള്ളത്, നിങ്ങളുടെ ഒരു ലൈഫ് ഓറിയന്റേഷൻ എന്താണ്. ഓക്കെ, ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഗതിയാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു 5 ലെയർ ആയിട്ട് നമ്മുടെ ഒരു ടോട്ടൽ പ്രൊഫൈൽ സെറ്റ് ചെയ്തെടുക്കുന്നതിൽ ലേൺവൈസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡിഗ്രി PG പോലെ തന്നെ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാവുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് പ്രൊഫൈൽ ഉണ്ടാവുക. നിങ്ങൾ മാക്സിമം, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ ഈ അക്കാഡമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ നിൽക്കാം. ബട്ട് the entire team is taking a lot of sincere efforts to bring, നമുക്കറിയാം നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ രാത്രിയിലും 1.5-2 മണിക്കൂറിന്റെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് പ്രയാസമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് ലൈക്ക് ബോറിംഗ് ആവുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ലൈഫിലൊന്നും ഈസി ആയിട്ട് നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ആ ഹാർഡ്ഷിപ്സ്, ഈ സെഷൻസ് പ്രിപ്പയർ ചെയ്യാനും ലേൺവൈസിന്റെ ടീം എടുക്കുന്നതും അത് കാണാനും അത് ഗ്രഹിക്കാനും അതിന്റെ ആക്ഷൻ ടാസ്കുകളൊക്കെ ചെയ്യാനുള്ള നമ്മുടെ ഈ ലേണേഴ്സ് എടുക്കുന്ന എഫേർട്ടും ഇതൊക്കെ കൺകറന്റ് ആയിട്ട് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ആക്ച്വൽ റിസൾട്ട് വരുള്ളൂ. ഈ പ്രൊഫൈലിന്റെ കേസിൽ ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഒരിക്കലും നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല. സർ എനിക്ക് ലൈക്ക് സർ മാം എനിക്ക് എന്റെ പ്രൊഫൈൽ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതൊരു ഗ്രേറ്റ് പ്രൊഫൈൽ ആവണമെങ്കിൽ വർഷങ്ങളുടെ എഫേർട്ട് എടുക്കണം, വർഷങ്ങളുടെ തന്നെ എടുക്കണം. അപ്പൊ അത് പക്ഷെ നമ്മൾ ചെറിയ തോതിൽ ചെറുതായി അപ്പൊ ഓവർനൈറ്റ് എനിക്കൊരു ഗംഭീര പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ആരും ആലോചിക്കരുത്. നമുക്ക് ആ പേഷ്യൻസ് കൃത്യമായിട്ട് വേണം, ആ ഒരു ഗ്രിറ്റ് വേണം, ആ ഒരു ഇച്ഛാശക്തിയും മനക്കരുത്തും ക്ഷമ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ഗ്രേറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ള എല്ലാവരും ഓക്കെ മനസ്സിലാക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് സാധനം റെസ്യൂമേ CV എന്ന് പറയുന്നത്. അപ്പം ഇതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫർദർ വർക്ക്ഷോപ്സ് പിന്നീട് വരുന്നതായിരിക്കും. അപ്പം നമ്മളെ CV റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താണെന്നുള്ളത് ഷോക്കേസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പം സിമ്പിൾ ആയിട്ട് ഓൾറെഡി റെസ്യൂമേ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് പലപ്പോഴും പലരെ കൊണ്ടും ഉണ്ടാക്കി എടുക്കുകയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡിസൈൻ എസ്തെറ്റിക്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ അതിൽ കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് ഇതൊരു CV ആക്കി തരുമെന്നൊന്നും ആരോടും ചോദിക്കാൻ പാടില്ല. ബിക്കോസ് അത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. അത് ഗ്രില്ല് ചെയ്തെടുത്ത് നമുക്കുള്ള കാര്യങ്ങൾ വെച്ച് ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്ത് ഓരോ 3 മാസവും കൂടുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്താൽ അത് ഭയങ്കര ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെയും സിറ്റുവേഷൻസിനെയും ബ്ലെയിം ചെയ്തിട്ട് അത് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഒരു റെസ്യൂമേല് ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടാവുക, നമുക്ക് ഫസ്റ്റ് റെസ്യൂമയുടെ പാർട്ട് പറയാം. എഡ്യൂക്കേഷൻ, ഒരു സമ്മറി ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഉണ്ടാവും, നമ്മൾ ചെയ്തിട്ടുള്ള റിലവന്റ് വർക്കുകൾ, പ്രോജക്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. സ്കിൽസ്, ഇൻട്രസ്റ്റ്, ഒരുപാട് റെസ്യൂമേഴ്സ് നിങ്ങൾ പലരും ഇതിൽ HR-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ സീനിയർ പൊസിഷനിൽ ഒരുപാട് പേരെ ഹയർ ചെയ്യും, ഒരുപാട് ലൈക്ക് തൗസൻഡ്സ് ഓഫ് റെസ്യൂമേലൊക്കെ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളും ഉണ്ടാവും. ഓൾസോ ഇതില് സ്വന്തമായിട്ടൊരു റെസ്യൂമേ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചു തുടങ്ങാത്തതുമായിട്ടുള്ള ആളുകളും ഉണ്ടാവും. സോ ഫോർ എവ്രി വൺ, ലൈക്ക് ഏറ്റവും ടോപ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കും റെസ്യൂമേ ഉണ്ടാവും, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് റെസ്യൂമേ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ അത് കണ്ടിന്യൂസ്ലി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതിലാണ് പാർട്ട്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പം ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ടൊക്കെ മനുഷ്യന്മാരെ സ്ക്രീൻ ചെയ്യുന്നതിന് മുമ്പിട്ട് റെസ്യൂമേ ലൈക്ക് ഇപ്പൊ ATS ഫ്രണ്ട്ലി ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഇനിയിപ്പോ AI കൂടെ വരുന്ന സമയത്ത് ലൈക്ക് കൂടുതൽ കംപ്ലീറ്റ് AI സിസ്റ്റംസ് സ്ക്രീൻ ചെയ്തിട്ടായിരിക്കും ലൈക്ക് HR ലെവലിലേക്കുള്ള ആളുകൾ റെസ്യൂമേയിലേക്ക് അല്ലെങ്കിൽ CV-യിലേക്ക് എത്തി നോക്കുന്നുണ്ടാവും. സോ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും കൺസൈസ് ആയിട്ട് നല്ല രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് നമുക്ക് റെസ്യൂമേ CV എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം ഈ സെഷനിൽ ഇതിനെക്കുറിച്ച് അറിയണം, എനിക്കത് വേണം, എനിക്കത് ഉണ്ടാക്കണം, അതിനെക്കുറിച്ചുള്ള തോട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, എനിക്കൊരു റെസ്യൂമേ എന്റെ പ്രൊഫൈലില്, മൊത്തം പ്രൊഫൈൽ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ കൂടെ വരുന്നതാണ്. റെസ്യൂമേ, CV, ലിങ്ക്ഡിൻ പ്രസൻസ്, പ്രോജക്ട്, സ്കിൽ വിത്ത് പ്രൂഫ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, ഇങ്ങനെ കുറെ മൊത്തത്തിലുള്ള നമ്മളൊരു ഡിജിറ്റൽ പ്രസൻസോ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെന്റേഷനോ ഒക്കെയാണ് ഒരു ഗ്രേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിൽ ഒരു പാർട്ട് മാത്രമാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റെസ്യൂമേ നമ്മളെപ്പോഴും ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് വെരി ബേസിക്, നമ്മളുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്. ദെൻ അത് കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ ലാക്ക് ഉണ്ട്, അപ്പം ലാക്കിംഗ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അത്
ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഇനി ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്യൂമയുടെ വേറൊരു തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ ലോകത്ത് ഏറ്റവും ലിങ്ക്ഡിൻ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുകയോ ലിങ്ക്ഡിനിലേക്ക് പോവുകയോ ചെയ്യുക. ഇപ്പൊ 99% എല്ലാവർക്കും അറിയായിരിക്കും എന്ന് തന്നെ കരുതുന്നു. ലൈക്ക് ഒരു കരിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആസ്പെക്ടിൽ തിങ്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലുള്ള ആളുകൾ ഉണ്ടാവും. ഇല്ലാത്ത ആളുകൾ ഡെഫിനറ്റ്ലി അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കണം. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാം ഒന്ന് ബേസിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പും റെസ്യൂമെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ഫോട്ടോയും നമ്മളെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസും നമ്മുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്കൊരു ലിങ്ക്ഡിൻ നല്ല ഗ്രേറ്റ് ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് നിങ്ങൾ എല്ലാവരും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കുക അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള. നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഗ്നോ അതിൽ ആഡ് ചെയ്യാം. ലേൺ വൈസും ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് ലേൺ വൈസിന് ഓൾറെഡി ഒരു ലിങ്ക്ഡിൻ പേജ് ഉണ്ട്. അത്ര ആക്റ്റീവ് അല്ല, ബട്ട് നമ്മൾ ലിങ്ക്ഡിനിൽ വലിയ രീതിയിൽ ആക്റ്റീവ് ആകും. നമ്മുടെ ലേണേഴ്സിനൊക്കെ അതിലേക്ക് ലിങ്ക് ചെയ്യും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ ഷോക്കേസ് ചെയ്യാനുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ അത് വരും. അപ്പൊ ലിങ്ക്ഡിനിൽ ഉണ്ടാകുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ നമുക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ ഒരാളെ ഒരു ജോലിക്ക് വെക്കണം അല്ലെങ്കിൽ ഒരാളെ ഒരു പാർട്ട്ണർ ആക്കണം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുക ഗൂഗിൾ ചെയ്യല്ലേ. ഇപ്പം ഇനിയിപ്പോ അത് അങ്ങോട്ടേക്ക് AI ടൂൾസിലേക്കൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരും. പക്ഷെ ഇപ്പൊ ഫസ്റ്റ് ചെയ്യുക ഗൂഗിൾ ചെയ്യുമ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മേലെ തന്നെ ഇത് വരും. കാരണം ലിങ്ക്ഡിൻ അത്രയും വലിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അത്രയും ഡൊമൈൻ അതോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഏറ്റവും മേലെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ജോബ് സൈറ്റുകളിലൊക്കെ ഇൻഡീഡ് നൗക്കരി അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വരും. അപ്പം നമുക്കൊരു ഐഡന്റിറ്റി വിസിബിലിറ്റി ഉണ്ടാവും. പിന്നെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലക്ഷറി അല്ല. ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഒരു അബൌട്ട് മീ പാരഗ്രാഫ് കൊടുക്കുക, ഒരു 4-5 ലൈനിലുള്ള ആൻഡ് ഇഗ്നോ പ്രോഗ്രാം നമ്മൾ കറക്റ്റ് അത് നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ കരിയർ ഇൻട്രസ്റ്റുകൾ നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ ഷോക്കേസ് ചെയ്യുക. നമ്മളൊരു ആൻഡ് ഓൾസോ ലിങ്ക്ഡിൻ എപ്പോഴും നല്ല ഐഡിയൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇതിലൊരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുടങ്ങി ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ ഫസ്റ്റ് ഇയർ ഇത് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാനും പറയാനും ലൈക്ക് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും. ബട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 2-3 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളെ ലൈക്ക് ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അതില് ആ ജേണി എല്ലാം ആളുകൾ സ്ക്രോൾ ചെയ്തിട്ട് നോക്കും. ഓക്കെ, ഇവര് വളരെ കൺസിസ്റ്റൻസി ഉള്ള ആളാണ്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു നല്ല ഇമേജ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫൈല് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അത് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് അതായത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നു. ഇതിൽ ആർക്കെങ്കിലും ഇതെനിക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് പറ്റുമോ എനിക്കൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറ്റും, എല്ലാരെ കൊണ്ടും പറ്റും. ഒന്നുമില്ലായ്മയിൽ നിന്നും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്കില്ല് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സാധനങ്ങളൊന്നും ഇല്ലായ്മയിൽ നിന്ന് തന്നെ അത് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടനവധി എക്സാമ്പിൾസ് ലേൺ വോയ്സിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതും ഉണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ഗൂഗിൾ ഡ്രൈവോ ഗൂഗിൾ ഡോക്കോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോണിൽ തന്നെ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം കൂടെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്, കാരണം നമുക്കൊരു പ്രൂഫ് ഓഫ് സാധനങ്ങൾ ഒറ്റയടിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രൊഫൈല് നമ്മൾ തന്നെ ആലോചിക്കാം. ഇത് ജസ്റ്റ് പറഞ്ഞാണ്, ആരെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മീനിങ് ഫുൾ ഷോ കേസിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടാവോ എന്നുള്ളതാണ്. സോ അപ്പൊ ഇതില് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ ഉള്ളിടത്ത് നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ആ ഒരു പ്രൊഫൈൽ സാധനം. നമ്മളത് ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മള് ഒരു ഫ്ലാഷി സാധനം ആവണമെന്നില്ല. നമ്മളെ തന്നെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒക്കെ നമ്മൾ ഒരുപാട് ഇപ്പം നമ്മുടെ ലൈഫ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഫിൽറ്ററും നല്ല ലൈക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഷോക്കേസ് ചെയ്യൂലേ, ആ ഒരു രീതിയിലല്ല നമ്മളുടെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത് അറ്റ്മോസ്റ്റ് സീരിയസ് ആയിട്ട് ഏറ്റവും സിൻസിയർ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള ഷോക്കേസിങ് നമ്മൾ പാടുള്ളൂ. ബിക്കോസ് എല്ലാ ഇടത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയർ നിങ്ങളെ ഹയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ലൈക്ക് ഒരാളായിട്ട് നിങ്ങൾ പാർട്ട്ണർ ചെയ്യുന്നുണ്ടെങ്കിലോ അങ്ങനത്തെ ഏത് കരിയർ ജോബ് ഓണ്ടർപ്രണർഷിപ്പ് സിറ്റുവേഷൻസിലൊക്കെ
എല്ലാവരും സീക്ക് ചെയ്യുന്നത് ഹോണസ്റ്റിയും അതേപോലെ തന്നെ ഏറ്റവും സിൻസിയർ ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെറിയ കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളെങ്കിലും ലിങ്ക്ഡിനിൽ അതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ നല്ല ആളാണ്, ഇവരെ എനിക്ക് വേണം എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും തോന്നുന്നത്. ഓക്കെ, സോ എൻ്റെ അടുത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് വളരെ ചെറിയ കാര്യങ്ങളെ ലൈക്ക് ഷോക്കേസ് ചെയ്യാനുള്ളൂ എന്ന് കരുതിയിട്ട് ആരും നമ്മൾ അതിൽ മടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഫ്ലാഷി ആവാതെ ക്ലിയർ ആയിരിക്കുക, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ബിൽഡിങ്ങിന്റെ പാർട്ടിൽ നോക്കുക. അപ്പം ഈ പ്രൊഫൈൽ ബിൽഡിങ്ങിനെ കുറിച്ച് ലാസ്റ്റ് ഒരു സെന്റൻസ് നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമ്മൾ ലെവൽ ഏതാണെന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ലെവൽ 0 ഇപ്പൊ നിൽക്കുന്ന ലെവൽ എന്താണെന്നുള്ളിടത്ത് നിന്ന് ഒരു ലെവൽ 1 ലെവൽ 1 എന്ന് പറയുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, അതായത് ഒരു ബേസിക് ലെവലിലേക്ക് എങ്ങനെ എത്താൻ പറ്റും. ഡിഗ്രി PG നമ്മൾ ഓൾറെഡി പാരലലി ചെയ്യുന്നുണ്ട്. സ്കിൽ വൈസ് മറ്റ് സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എങ്ങനെ ആ ഒരു ബേസ് ലെവലിലേക്ക് എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക്, കാരണം അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഇന്നത് എത്തണം എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കത് റിയാലിറ്റി ആക്കി എടുക്കാൻ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആ ലെവൽസ് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മളൊരു സെഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഞാൻ ഒന്നുകൂടി കോംപ്രിഹെൻഡ് ചെയ്യാം. നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് നമ്മളെ കൊണ്ട് പറ്റും, ജീവിതത്തിൽ നമ്മളിപ്പോ എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇനി എങ്ങോട്ടേക്കാണ് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പാർട്ടിലാണ് സ്കിൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ പ്രൊഫൈൽ ബിൽഡിംഗ്. ഇപ്പൊ എവിടെയാണോ ഉള്ളത്, നമ്മൾ അത്യാവശ്യം നല്ല ലെവലിലാണോ ഉള്ളതെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ബേസ് ലെവലിലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള എഫേർട്ടുകളും വർക്കുകളും എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റും, എല്ലാ കാര്യങ്ങളും ലൈക്ക് ഞാൻ കൃത്യമായിട്ട് ചെയ്യും, ഞാൻ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പേഷ്യൻസോടുകൂടി ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ നിരന്തരം പുറകോട്ട് വലിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെജോറിറ്റിയും എല്ലാവർക്കും അറിയാവുന്നതും, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് പലർക്കും ലൈഫിൽ പല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ പുറകോട്ട് വലിക്കുന്നത്, അതിനെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പാർട്ടാണ് നമ്മൾ അടുത്തൊരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് നിന്നു പോകുന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കി കോൺകർ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇത് നിങ്ങൾക്ക് നമ്മുടെ സ്ലൈഡിൽ കാണുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിചാരിക്കും. ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ വിചാരിച്ചു. നമുക്ക് 4 കാര്യങ്ങൾ, ഈ കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ 4 കാര്യങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് വരുന്നത്. ഒന്ന് മൈൻഡ് സെറ്റ്, രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ്, മൂന്നാമത്തെ വാല്യൂസ്, നാലാമത്തത് പേഴ്സണാലിറ്റി. ഇതാണ് നമ്മുടെ ഒരു ഇന്റേണൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ ലൈക് ടെക്നിക്കൽ പ്ലാറ്റ്ഫോംസിനുള്ള പോലെ തന്നെ ഇപ്പൊ കമ്പ്യൂട്ടറിനൊക്കെ ഉള്ളത് പോലെ തന്നെയുള്ള നമ്മുടെ ഒരു ഇന്റേണൽ എഞ്ചിൻ ഉണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു ജോബ് പോസ്റ്റിലേക്ക് റെസ്യൂമെ അയക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ടോ അവിടെ അതിന്റെ ഔട്ട്കം ഡിസൈഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇന്റർവ്യൂവിൽ ജോബ് കിട്ടുമോ എന്നുള്ളതോ അല്ലെങ്കിൽ റെസ്യൂമെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതോ അല്ലെ പഠിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ മാർക്കോട് കൂടി പാസ്സാവാനോ മറ്റോ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ സെഷൻ 6-ലാണെന്ന് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ട് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അത് പോസിറ്റീവ് സൈക്കോളജിയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ അത്തരത്തില് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് വർക്കുകളൊക്കെ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആ മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഐ എം ടു ഓൾഡ്, ഐ കാൺ ഡു ടെക്, വാട്ട് ഇസ് ദ പോയിന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്തകൾ, അത് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതിനെ കുറച്ചും കൂടെ ആ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലത്തെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് ഒരു ടഫ് മൊമെന്റ്സിൽ നമ്മളെ ഷോ അപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അല്ലെങ്കിൽ നമ്മൾ
മൊത്തത്തിൽ കാര്യങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വാല്യൂസ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒബ്വിയസ്ലി നമ്മൾ ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽസ് യുവർ സെൽസ് എന്ന് പറയുമ്പോൾ എന്നോടും നിങ്ങളോടും ഒക്കെ പറയാനുള്ളത് നമ്മുടെ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വേറെ ആരും കാണുന്നില്ലെങ്കിൽ പോലും, ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്തിലാണ്, വേറെ ആരും കാണുന്നില്ലെങ്കിൽ പോലും നമ്മളുമായിട്ട് ഇടപഴകുന്ന, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതൊക്കെ നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആവുക, നമുക്ക് കരിയറിലും അക്കാഡമിക്സിലും ഒക്കെ സക്സസ് ആവുക എന്നുള്ളതിലൊക്കെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വാല്യൂസ്, നല്ല വാല്യൂ സിസ്റ്റംസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബീങ് അബൌട്ട് ലൗഡ്, ഭയങ്കര ലൗഡായിട്ട് ഭയങ്കര പേഴ്സണാലിറ്റി തോന്നുന്ന പോലെ അല്ല. ഇറ്റ്സ് അബൌട്ട് ബീങ് അവെയർ, ഹോണസ്റ്റ് ആയിരിക്കുക, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക. അതായത് നമുക്കൊരു സെൽഫ് ഡിഗ്നിറ്റി ഉണ്ടാവും വേണം, നമ്മൾ മറ്റുള്ളവർക്ക് ഡിഗ്നിറ്റി കൊടുക്കുകയും വേണം. അപ്പൊ ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്ന വേർഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ലേൺ വൈസിൽ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിലും ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡിഗ്നിഫൈഡ്, കാരണം നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിലുള്ള ആളുകളാണ്, നിങ്ങൾക്ക് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വൈസിന്റെ കൂടെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കിട്ടുന്നതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണ് ആ ഒരു ഡിഗ്നിഫൈഡ്. സിമിലർലി നിങ്ങളോട് തന്നെ ആ ഒരു ഇത് ഉണ്ടാവണം. അതേപോലെ തന്നെ ബാക്കിയുള്ളവരോടും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യോ അല്ലെങ്കിൽ ഇന്നത് ചെറുതാണ് ഇന്നത് വലുതാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാനും പാടില്ല. ഡിഗ്നിറ്റി ഈസ് ഓൾസോ പാർട്ട് ഓഫ് നമ്മളെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടായി, നമ്മുടെ ഇന്റേണൽ എഞ്ചിനും ഒക്കെ സെറ്റായി, എന്നാലൊക്കെ തന്നെയും ഒരു സെർട്ടൈൻ തിങ്സ് ലൈക്ക് ഒരു ഡ്രീമും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡ്രീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ, ഇപ്പം ഇന്ന് ഈ സെഷനൊക്കെ ശേഷം കുറച്ചെങ്കിലും മോട്ടിവേറ്റഡ് ഒക്കെ ആവുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ എന്തെങ്കിലും ഒരു റീലോ നല്ലൊരു മോട്ടിവേഷണൽ ടോക്കോ ഒക്കെ കാണുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് നമുക്ക് അതൊരു സംഭവം വരും, ഒക്കെ ചെയ്യണം, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോളം ഉണ്ടാവും, പക്ഷെ പിന്നീട് അത് പോകും. എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായിട്ടുള്ള, കാരണം സ്വപ്നം മാത്രമാവും, നമുക്കൊരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു സംഭവമില്ല. അപ്പൊ നമ്മൾ ഈ സെഷൻ ഇങ്ങനെ ആക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആവണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻസും പിന്നെ ഇന്ന് എക്സാം എഴുതാം, ഇന്ന് ജോലി ലൈക്ക് ഇന്ന രീതിയിൽ സ്കില്ല് സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നതാവാം എന്ന് ജസ്റ്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇതിൽ അത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് സെൽഫ് ഡൗട്ട് ഉള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് കാണിച്ചു തന്നത് കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയില്ല. അപ്പം റിയലിസ്റ്റിക് ആവുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളോട് റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അൺറിയലിസ്റ്റിക് ഗോൾസ് ആവാതിരിക്കുക, കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ടൈം ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് സ്ലോ ആൻഡ് പേഷ്യന്റ് ആയിട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രീംസ് റിയാലിറ്റി ആക്കുക എന്ന് പറയുന്നത് പാടാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടോ നമുക്ക് പാഷൻ ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കില്ല ചിലപ്പം നമ്മളത് കൃത്യമായിട്ടൊരു ഒരു സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തെടുക്കാത്തത് കൊണ്ടായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഡ്രീംസിൽ ചെക്ക് ചെയ്യാൻ വേണം, ഈ ഡ്രീം ശരിക്കും എൻ്റെതാണോ, എനിക്കത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മൾ സ്മാർട്ട് ഗോൾ സെറ്റിംഗിലും മറ്റൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് അതിലൊരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പിന്നെ എപ്പോഴും നമുക്ക് നല്ല പേഷ്യൻസും റെസിലിയൻസും ഗ്രിറ്റും ഒക്കെ വേണം. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്കറിയാം. ഗ്രിറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനഃശക്തി, ഒരു മനക്കരുത്ത്, ഇച്ഛാശക്തി എന്നൊക്കെ പറയാം. ഇതിലൊരു ജസ്റ്റ് ഒരു 2 കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് പറയാൻ ഞാൻ അതിൽ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതൊരു കോൺസെപ്റ്റ് ആണ്, ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവാറായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇന്നലത്തെ സെഷൻ 6 ഡിസ്കസ് ചെയ്തിട്ടുള്ള ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സിൽ തന്നെ വരുന്നൊരു ചെറിയൊരു പാർട്ടാണിത്. അതായത് ദ വാല്യൂ ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്, അതായത് നിരാശയുടെ താഴ്വര എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ തന്നെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രോഗ്രസ്സും ഉണ്ട്. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ ഗ്രാഫ് ഒന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ റെപ്രസെന്റേഷൻ. ഓക്കെ, ഒരു ഐഡിയ കൺവേ ചെയ്യാനുള്ള ഒരു പാർട്ടാണ്. അപ്പൊ നമ്മളൊരു കാര്യം ആലോചിച്ച് എല്ലാം നല്ല ഗംഭീരമായിട്ട് തുടങ്ങി, നമ്മളൊരു മൈൻഡിൽ എന്താ ഉണ്ടാവുക,
അതിൽ നടുവിലൂടെ പോകുന്ന പ്രോഗ്രസ് ഓഫ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്ന ലൈൻ കണ്ടോ? അതുപോലെയാണ് നമ്മൾ കരുതുക. എല്ലാ കാര്യങ്ങളും ഒരു ലീനിയർ ആയിട്ട് അങ്ങ് പോകുന്നുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. പക്ഷെ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച പേസിൽ പോവില്ല. നമ്മൾ ഒരാഴ്ച കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ്, പേഴ്സണൽ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതിന്റെ അടിയിൽ കാണുന്ന ഒരു കർവി ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അവിടെ ആ ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻ കാണാം. അപ്പൊ ആ ഏരിയയാണ് ഒരു വാല്യൂ ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് മിക്കവാറും നമ്മളെല്ലാം എന്ത് ചെയ്യും? ക്വിറ്റ് ചെയ്തു പോകും. എന്നെ കൊണ്ട് നടക്കൂല, അല്ലെങ്കിൽ ആ കാര്യം നടക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് നേടാൻ കഴിയില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി നിങ്ങൾ ആ ഗ്രാഫ് പോകുന്നത് പോലെ നമ്മൾ അതിൽ പെർസിസ്റ്റന്റ് ആയിട്ട് പേഷ്യൻസോട് കൂടി റെസിലിയന്റ് ആയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ പാത്തിലേക്ക് അത് ക്രോസ് ചെയ്യുന്ന കണ്ടില്ലേ? അങ്ങനെയാണ് ലോകത്ത് പലപ്പോഴും ലൈക്ക് വളരെ വെൽ നോൺ ആയിട്ടുള്ളത്, അത്ര നോൺ അല്ലാത്ത നമ്മുടെ നാട്ടില് നമ്മൾ കാണുന്ന സാധാരണക്കാരൊക്കെ തന്നെ അവര് വലിയ സക്സസിലേക്കും അല്ലെങ്കിൽ വലിയൊരു ലൈഫ് പ്രോഗ്രസിലേക്കൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ അതിന്റെ മുന്നേ കിട്ടിപ്പെടും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പൊ ഈ ഒരു വാല്യൂ ഓഫ് ഡിസപ്പോയിന്റ്മെന്റിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ അവിടെ നിന്ന് ഒരിക്കലും ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ ജസ്റ്റ് നമ്മൾ എത്താനായിട്ടുണ്ടാവും അവിടെ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. പക്ഷെ നമുക്കറിയില്ല അത് എത്താറായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ഹോപ്പിൽ തന്നെ ഏറ്റവും സ്മാർട്ടായിട്ട് ആ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ. ഇനി അതിൽ തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇത് നിങ്ങൾ സെഷൻ 6 കണ്ടിട്ടുണ്ടാവും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തവര്, അതായത് നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര കഴിവുകളുള്ള ആളോ, അല്ലെങ്കിൽ ഭയങ്കര ജീവിത സാഹചര്യങ്ങളുള്ള ആളോ എന്നുള്ളതിലൊക്കെ ഉപരിയായിട്ട് ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചിവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത ആളുകളായിരിക്കും. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു വലിയ ബിൽഡിംഗ് എടുക്കണമെങ്കിൽ, വീട് എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നായിട്ട് അത് ചെയ്യില്ലല്ലോ. നമ്മൾ ഓരോ ഫൗണ്ടേഷൻ ചെറിയ 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 വെച്ചിട്ടല്ലേ പോവാം. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ സാധനമാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് സ്ട്രൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ദിവസം ഓൾറെഡി അറിയാവുന്ന ആളുകളുണ്ട്, ഒരു 1% ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ, നമ്മളിപ്പം മാത്തമാറ്റിക്സിൽ 1+0.01% എന്ന് പറയുന്നത്, അപ്പൊ അത് 1% ഇംപ്രൂവ്മെന്റ് നമ്മൾ 365 ദിവസവും ചെയ്തു കഴിഞ്ഞാല് നമ്മൾ 37 മടങ്ങ് ഒരു വർഷം കൊണ്ട് നമ്മൾ ബെറ്റർ ആവുന്ന പറയുന്നത്. ഇനി നമ്മൾ എല്ലാ ദിവസവും ഒരു 1% മോശമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പൊ ഇത് കോമ്പൗണ്ട് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് മനസ്സിലാക്കുക. നമ്മൾ ഇഗ്നോയില് നമുക്ക് കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മളിപ്പം ഒരു മൊത്തം നമ്മുടെ ലൈഫ് സിനാരിയോ എടുത്തു കഴിഞ്ഞാല് ഒരു ഡെയിലി 30 മിനിറ്റ്സ് ഓർ 1 അവർ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ ഇഗ്നോക്ക് ഈസി ആയിട്ട് പുഷ്പം പോലെ നമുക്ക് പാസ്സായി നല്ല ഗംഭീര മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി പറ്റും. നമ്മൾ സ്കിൽസ് ഒരാഴ്ചയിൽ ഒരു 1 അവർ 2 അവർ ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറെ കാലത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്താതെ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി സെൽഫ് റിഫ്ലക്ഷനോട് കൂടി ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ബിൽഡിങ്ങും നമുക്ക് അത് എത്രയൊന്നും ചെയ്യേണ്ട, ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിനിലും സിവിയും കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലൂടെ പല രീതിയിലും പല കാര്യങ്ങൾ പോകുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇതൊക്കെ പറഞ്ഞാലും ഓക്കെ, പക്ഷെ എന്റെ സാഹചര്യം ഡിഫറെന്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് റിയൽ. ലൈഫ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹാർഡായിരിക്കും. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ലൈക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മുടെ എൻവയോൺമെന്റിൽ വന്നു ചേരുന്നുണ്ടാവും. നമ്മള് മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാരണങ്ങൾ കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. അപ്പൊ കൂടുതൽ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ ഡബിൾ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, സിംഗിൾ പാരന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ മേജർ ആയിട്ടുള്ള ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒക്കെ ലൈക്ക് കാരണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാവും. സോ പക്ഷെ ഇത് പെർമനന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ നിങ്ങൾക്ക് ഇതൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു ചാലഞ്ചസിനെയൊക്കെ, ബിക്കോസ് അത് മറികടന്ന് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു
ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് ലൈഫ് ലൈക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് ഫാമിലിയൽ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി, കാരണം അത് പലതരം സിനാരിയോസ് ആയിരിക്കും നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുക നിങ്ങളുടെ സാഹചര്യത്തിൽ, അത് നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുക അവിടുന്ന് ചെയ്യാം. അവിടുന്ന് സിമ്പിൾ ആയിട്ട് എത്രത്തോളം ചെയ്യാം, ലൈക്ക് സ്ലോലി ചെയ്ത് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് അത് ചെയ്യാം. യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ്, യു ജസ്റ്റ് നീഡ് ടു ബി പ്രസന്റ്. അതായത് ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു ഇതിലേക്ക് തന്നെ വരിക. പിന്നെ നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇന്നത്തെ ഒരു ഈ പറഞ്ഞൊരു ഭയങ്കര സോഷ്യൽ, എല്ലാവരും ഷോക്കേസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഡെയിലി വാട്സാപ്പിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സ്റ്റാറ്റസിൽ അവരങ്ങനെ പോകുന്നു, അവരിവിടെ ചെയ്യുന്നു, അവർ ട്രിപ്പിന് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലൈഫിലുള്ള ചാലഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കാണുന്നത് പോലെ ആയിരിക്കണം എന്നില്ല. റിയലും ഡിഫറെന്റ് ആണ്. നമ്മൾ നമ്മളുടെ റിയാലിറ്റി എംബ്രേസ് ചെയ്തുകൊണ്ട് തന്നെ അത് എനിക്ക് ലൈക്ക് തന്നിട്ടുള്ള ഒരു ചാലഞ്ചാണ്. അത് ഞാൻ ഓവർകം ചെയ്യും എന്നുള്ളത്. സോ നിങ്ങളുടെ പിന്നെ ഈ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ കരുതുകയും ചെയ്യരുത്. നമ്മളെല്ലാം ഇന്ന് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക, ലേൺ, റിഫ്ലക്ട്, അഡ്ജസ്റ്റ്, എന്നിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. കാരണം സ്പീഡിലല്ല ഒരിക്കലും നമ്മളെ ലൈക്ക് ജേർണീനെ മെഷർ ചെയ്യപ്പെടുക. അത് മെഷർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ ഡെപ്തിലും അതിന്റെ ഡിഗ്നിറ്റിയിലും അതിന്റെ ഒരു പ്രോപ്പർ ഡയറക്ഷനിലും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഏകദേശം ആ ഭാഗം കൂടെ പറഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് പുറകോട്ട് വലിക്കുക, അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത് എന്നുള്ളതും പറ്റാവുന്ന രീതിയിൽ ബ്രീഫായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതിൽ മുന്നോട്ട് മൈൻഡിൽ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുക, പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക, ആൻഡ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ എപ്പോഴും ഉണ്ടാവുക, ആൻഡ് ഒരു ചെറുതാണെങ്കിലും ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങുക. നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സെഷൻ എത്താണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കറന്റ്ലി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷണൽ ഗോൾ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഇഗ്നോ പ്രോഗ്രാം ആണ്. ഓക്കെ, നമ്മളിപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തു. അതൊരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ തന്നെയാണ്. അത്രയും ബെസ്റ്റ് ലൈക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൃത്യമായിട്ട് ഒരു ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ, അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇഗ്നോയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് മുമ്പിലുള്ള TE അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എത്ര സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾ എല്ലാവരും ഹോണസ്റ്റ് ആയിട്ട് തന്നെ നോക്കുക. നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, നിങ്ങളൊക്കെ ഫീസ് അടച്ച് ലേൺവൈസിൽ ജോയിൻ ചെയ്തു, ഇഗ്നോ അഡ്മിഷൻ എടുത്തു, ഒക്കെ ചെയ്തു. പക്ഷെ എത്ര പേര് കൃത്യമായിട്ട് എനിക്ക് എത്ര സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, അത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ലൈക്ക് അതിന്റെ സബ്ജക്ട് കോഡ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരുപാട് പേര് മെജോറിറ്റി നോക്കുന്നുണ്ടാവും. പക്ഷെ ചിലരെങ്കിലും ഇനി അതൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തുണ്ടാവും. അപ്പോൾ അത്തരം ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. ബിക്കോസ് ക്ലാരിറ്റിയിലാണ് അക്കാഡമിക്സിന്റെ ഒരു ഫൗണ്ടേഷൻ കിടക്കുന്നത്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് ലേൺവൈസിന്റെ ഓറിയന്റേഷൻ സെഷൻസും നിങ്ങളുടെ മെന്റേഴ്സും അല്ലെങ്കിൽ ലേണർ സക്സസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതില് നമുക്ക് ഇഗ്നോയിലെ മേജർ ആയിട്ടുള്ള 2 ജേർണീസ് ആണ്, ഒന്ന് അസൈൻമെന്റും TEയും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നതിൽ. അപ്പൊ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പ്ലാൻ ചെയ്യുക. അടുത്തൊരു വീക്കിലേക്കുള്ള, അടുത്തൊരു മന്തിലേക്കുള്ള, അടുത്തൊരു 3 മന്ത്സിലേക്കുള്ള, ഇപ്പം നമ്മള് അസൈൻമെന്റ് സബ്മിഷൻ ഡെഡ് ലൈനോ അല്ലെങ്കിൽ പിന്നെ എല്ലാം നമ്മൾ എനിക്കിപ്പം കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ച് പിന്നെ അങ്ങനെ ആലോചിക്കാതിരിക്കുക. ഒരു പ്രോപ്പർ ഹയർ എഡ്യൂക്കേഷൻ ജേർണി ആയിരിക്കണം നമ്മളത്. ഘട്ടം ഘട്ടമായിട്ട് തന്നെ ആദ്യം സബ്ജക്ട് പഠിക്കാൻ നോക്കുക, ആൻഡ് അസൈൻമെന്റ്. അപ്പൊ നിങ്ങളുടെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത്, എന്ത് കൺസ്ട്രെയിൻസ് ഉണ്ടായാൽ പോലും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഡെയിലി നമുക്ക് ജസ്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടെത്താൻ കഴിയും തന്നെയാണ് ബിലീവ് ചെയ്യുന്നത്. ഇനി ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും, ലൈക്ക് നമുക്ക് പോലും കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാത്ത അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാവും. അവർക്ക് എളുപ്പമായി കൊടുക്കട്ടെ കാര്യങ്ങൾ. ബട്ട് മെജോറിറ്റി ക്യാൻ ഫൈൻഡ് ഹാഫ് ആൻ അവർ ഓർ 1 അവർ എ ഡേ. അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ദിവസം കോമ്പൻസേറ്റ് ചെയ്തിട്ട് തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട്
ചെയ്തു പോയാൽ മതി. എന്ത് സപ്പോർട്ടിനും ലേൺ വൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം. ആൻഡ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ എപ്പോഴും നോക്കുക. ഇഗ്നോയുടെ എന്റെ ജേർണി എന്ന് പറയുന്നത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, നമ്മൾ ചിലപ്പോൾ കോൺവൊക്കേഷൻ പോസിബിൾ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു സെൻസ് ഓഫ് ക്ലോഷർ അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ ഫീൽ ചെയ്യണം. നമ്മുടെ അലുമിനൈസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്. ബിക്കോസ് നിങ്ങൾ എല്ലാവരുടെയും ഇതിൽ പ്രൂവ് ചെയ്യാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ സെൽഫായിട്ട് പ്രൂവ് ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിനും അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെയുള്ള സാഹചര്യത്തിലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ആ സെൻസ് ഓഫ് ക്ലോഷർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന കോൺഫിഡൻസ്, സർട്ടിഫിക്കറ്റും കോൺവൊക്കേഷനും ആൾക്കാർ പറയുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് സെൽഫായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, റീബിൽഡ് ചെയ്യും, നിങ്ങളുടെ ഐഡന്റിറ്റി മാറും. ബിക്കോസ് അത് ഏറ്റവും സിൻസിയറും അതിന്റെ കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. ആൻഡ് ഓഫ് കോഴ്സ് എലിജിബിലിറ്റി ആണ് അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള പലതിലേക്കും. അപ്പം ആ ഒരു എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. എല്ലാവർക്കും കൂടെ ഇതാണ്. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സെൽഫ് ട്രസ്റ്റും നിങ്ങൾക്ക് കൂടും നിങ്ങൾ ആ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് ലൈക്ക് കൃത്യമായിട്ട് ആലോചിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ത്രൂ ആയി. ഹാഫ് വേ എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിൽ ഇപ്പൊ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഗംഭീര സിസ്റ്റം ഉണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കുറച്ച് കോംപ്ലക്സ് ആണ്, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സീരിയസ് മാറ്റേഴ്സ് ആണ്. അതിന്റെ ഡെപ്തിൽ തന്നെ സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലൊന്നും ചോരാതെ തന്നെ ട്രൈ ചെയ്തിട്ടുള്ളത്. ബട്ട് ആസ് യു ഓൾ നോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിനും അതിന്റെ പ്രിപ്പറേഷൻസിനൊക്കെ ഉള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ബട്ട് സ്റ്റിൽ ലൈക്ക് ഒരു പെർഫെക്റ്റ് സെഷൻ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഒരിക്കലും കരുതുന്നില്ല. ബട്ട് വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ്. ഇനി നമുക്ക് ഈ സെഷനിൽ അപ്പുറം 1 മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ കൺവേ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിലുപരിയായിട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഡെവലപ്മെന്റ് മെക്കാനിസം ഉണ്ട്. അതായത് നിങ്ങളെ ജസ്റ്റ് ഇഗ്നോ PG ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ട് പാരലലി നിങ്ങളെ പേഴ്സണലി ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇറ്റ് ടേക്സ് ടൈം. ഒരു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഡൈവേഴ്സ് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് 36 ഡിഫറെന്റ് പ്രോഗ്രാംസിലും തന്നെ പെർ പ്രോഗ്രാം ബേസിൽ നമ്മളൊരു കരിയർ ഗൈഡ് ബുക്സ്. അപ്പൊ ഇന്ന് നമ്മൾ അതൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം ചിലർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ MBA കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ഈ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞാൽ എന്താണ്, MA സൈക്കോളജിയിൽ എന്തൊക്കെയാണ്, MSW എന്തൊക്കെയാണ്, MCA BCA, ഇങ്ങനെ ഒരുപാട് പിന്നെ ഡൗട്ട്സ് ഉണ്ടാവാം. പക്ഷെ അത് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഞാൻ ആ ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. കരിയർ ഗൈഡ് ബുക്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്യൂം ആൻഡ് ലിങ്ക്ഡിൻ വർക്ക്ഷോപ്സ് വരും. അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം ചെയ്ത് അങ്ങനെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവാം. ആൻഡ് അപ്സ്കില്ലിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചില മിനി പാറ്റ്സ് സെറ്റ് ചെയ്യാൻ നോക്കും. ആൻഡ് ഓൾസോ ഒബ്വിയസ്ലി നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ മൈൻഡ് സെറ്റ്, ഗ്രിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് എന്നൊക്കെ പറയാം, അതിൽ കൂടുതൽ ഡെപ്തിൽ നിങ്ങളെ കൂടുതൽ ഇമോഷണൽ ഇന്റലിജന്റും ഒക്കെ ആക്കാൻ കഴിയുന്ന സയന്റിഫിക്കലി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് റിസർച്ചസും വർക്കുകളും ഒക്കെ റെഫർ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ലേണേഴ്സിനൊക്കെ ലൈക്ക് വർക്ക്ഔട്ട് ആവുന്ന തരത്തിലുള്ള അത്തരം സെഷൻസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഇസ് പേഴ്സണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റുകൾക്കും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻസും, ബിക്കോസ് കരിയർ എന്ന് പറയുന്നത് കുറേ മൾട്ടി ഫാക്ടർ കാര്യമാണ്. അതായത് ഓരോരുത്തരുടെ കഴിവുകൾ, ഇന്നേറ്റ് എബിലിറ്റീസ്, അവരുടെ ഫാമിലി സാഹചര്യം, അവരുടെ വിശ്വാസങ്ങള്, അവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ, അല്ലെങ്കിൽ ലൊക്കേഷൻ, ഒരു ജിയോ പാർട്ട്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരാൾ ഏത് കരിയറിലേക്ക് എങ്ങനെ പോകുന്നത്, അവരുടെ താല്പര്യങ്ങള്, പാഷന് ഒക്കെ ഓൾറെഡി എത്ര സ്കിൽഡ് ആണ്, ഇതൊക്കെ നോക്കിയിട്ടേ നമുക്കൊരു ഒരാളുടെ ഒരു കോൺക്രീറ്റ് നല്ലൊരു കരിയർ ഇതിലേക്ക്. ഏറ്റവും ബെസ്റ്റ് കരിയർ കോച്ച് ഓരോ ആളുടെയും അവരവർ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്കിത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതിനെ ഒരു കൃത്യമായിട്ടും കൈപിടിച്ച് ഗൈഡ് ചെയ്യാനുള്ള ചില സിസ്റ്റംസ്, സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ അതിൽ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ലേൺ വൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് വി ആർ ടേക്കിംഗ് എഫേർട്സ് ടു ബ്രിങ് ദീസ് ടു യു. ആൻഡ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനും ലൈക്ക് നമ്മുടെ ഈ വാസ്റ്റ് നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന സ്ലൈറ്റ് ഡിലേസ് ഉണ്ടാവാന്നായിരുന്നു. ഓക്കെ, ഫൈനലി നമ്മൾ മൈൻഡപ്പിലേക്ക് എത്തുകയാണ്. അപ്പം ഒരു
പ്രധാന കാര്യം പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ സിസ്റ്റം ഉണ്ടാക്കുക നിങ്ങൾ ഓരോരുത്തർക്കും. ലോകത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻസും സംവിധാനങ്ങളും ഒക്കെ റൺ ചെയ്യുന്നത് ഒരു പ്രോപ്പർ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ഷോർട്ട് കട്ടിലൂടെ അല്ല, ഷോർട്ട് കട്ടിലൂടെ ആരുമായിട്ടില്ല. അപ്പോൾ പലപ്പോഴും എനിക്ക് ജസ്റ്റ് ഡിഗ്രി പാസ്സായാൽ മതി, PG പാസ്സായാൽ മതി, അത് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കാതിരിക്കുക. ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ഓൾറെഡി ബിക്കമിങ് പ്രോസസ്സിലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ഒരു കോർ തീം എന്ന് പറയുന്നത് ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഓൾറെഡി ആ ബിക്കമിങ്ങിന്റെ പ്രോസസ്സിലാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ നിങ്ങളുടെ സെൽഫിലേക്ക് അക്കാഡമിക് വൈസും കരിയർ വൈസും ലൈഫ് വൈസും വാല്യൂസും പേഴ്സണാലിറ്റി ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ട് ബിഗിൻ ചെയ്യാന്ന് കരുതാതിരിക്കുക. എവിടെയാണോ ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുക. മെല്ലെ ആണെങ്കിലും അതിലേക്കുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു ഓൾ. സോ താങ്ക് യു സർ, താങ്ക് യു മുഹമ്മദ് സാർ. നമ്മുടെ ലേൺബേസിന്റെ ഫൗണ്ടറിൽ നിന്ന് തന്നെ കരിയറിനെ പറ്റിയും അതുപോലെ ഗ്രോത്തിനെ പറ്റിയും കൺസിസ്റ്റൻസിയെ പറ്റിയും ഒക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു മുഹമ്മദ് സർ. സോ ഈ ഒരു സെഷൻ എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് നോക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇത്രയും സെഷൻസ് ചെയ്തവരെ സംബന്ധിച്ച് ഇത് പുതുമുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ ഓരോ ആക്ഷൻ ടാസ്കും ഓരോ ടൈപ്പാണ്. അപ്പൊ ഇന്നും നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട് സെഷൻ 9ന്റെ ഭാഗമായിട്ട്. ആ ആക്ഷൻ ടാസ്കിൽ പ്രധാനമായിട്ട് 3 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നോ യുവർ സെൽഫുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ നിലവിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ടാണ് കരിയർ റിലേറ്റഡ് ആയിട്ട്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഏത് ഏരിയയിലാണ് നിങ്ങൾ എക്സ്പേർട്ട് ആവാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും അത് കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാം തന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സെഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ സ്വാധീനിച്ചെന്ന് തോന്നുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. സോ നമുക്ക് ഒട്ടും സമയം കളയാൻ നമ്മുടെ ആക്ഷൻ ടാസ്കിലേക്ക് പോകേണ്ടതുണ്ട്. സോ ഇതിൽ എന്നത്തെയും പോലെ പേരും ഇഗ്നോ പ്രോഗ്രാം അതുപോലെ തന്നെ മെന്റർ പേരും കൊടുക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഹു ആർ യു ടുഡേ? ഇന്ന് നിങ്ങൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൽ നിങ്ങൾക്ക് പല സ്റ്റേജസ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ്, ജോലിക്ക് മാത്രമല്ല താല്പര്യത്തോടു കൂടി പഠിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ഓപ്ഷൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിലൊന്നും അല്ലാത്ത ഓപ്ഷൻസും സ്വാഭാവികമായിട്ടും ഓരോരുത്തരും വ്യത്യസ്തരാണ്, നിങ്ങൾക്കുണ്ടായേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? തീർച്ചയായും ഇവിടെ അതർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ എന്താണ് കറന്റ് സ്റ്റാറ്റസ് എന്നുള്ളത്, ഇതിൽ ഈ 6 എണ്ണവുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും 7ാമത്തെ ഓപ്ഷനായുള്ള അതറിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു മിനി പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളും താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ കറന്റ്ലി പെർസ്യൂ ചെയ്യുന്ന കോഴ്സ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കാണ് പോകാൻ താല്പര്യം. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. മറ്റു ചിലർക്ക് ചിലപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലായിരിക്കും, മറ്റു ചിലർക്ക് ഗവൺമെന്റ് ജോബ് എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത ഏരിയാസ് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് മൂന്നാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഇത് നിർത്തണം എന്നില്ല കേട്ടോ. കാരണം നിങ്ങളുടെ ആൻസർ ഇവിടെ ഇംഗ്ലീഷിലാണ് വേണ്ടത്. ഇത് വരുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. ഈ ഒരു 3 സെന്റൻസിനെക്കാളിലും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നതിലുപരി നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. ഇനി മൂന്നാമത്തത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു സെഷന്റെ ഇമ്പാക്ട് എത്രത്തോളം നിങ്ങളെ അഫക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയ കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടെ വിശദമായിട്ട്. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഷയിൽ എഴുതാവുന്നതാണ്. സോ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ തന്നെ, സോ സെഷൻ 1 തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത്. സോ ആരെങ്കിലും പ്രൊഫൈൽ ഫോം ഇനിയും ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. സെഷൻ 1 തുടങ്ങി സെഷൻ 9 ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ 4 സെഷൻസ് കൂടിയാണ് ഉള്ളത്.
സോ അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ കുറച്ച് വൈകി വന്ന ലേണേഴ്സ് ഉണ്ടാവാം. ഇനി ഫില്ല് ചെയ്യണമെന്ന് കരുതി ഫില്ല് ചെയ്യാൻ മറന്നുപോയ ലേണേഴ്സ് ഉണ്ടാവാം. മറ്റെന്തെങ്കിലുമൊക്കെ തന്നെ ടെക്നിക്കൽ റീസൺസ് കാരണം ഫില്ല് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം. എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ലേണർ പ്രൊഫൈൽ ഫോം എന്തായാലും ഫില്ല് ചെയ്യുക. പുതിയതായി വന്നവർക്കായിട്ട് ഒരു ബേസിക് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ കുറെ കൂടെ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും ലേണേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോം. സോ അത് എല്ലാവരും തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ ലിങ്ക് മെന്റേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും. അല്ലെ മെന്റേഴ്സ് ത്രൂ നിങ്ങളിലേക്ക് അത് എന്തായാലും എത്തുന്നതുമായിരിക്കും. Now coming to conclusion, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, എന്താണ് ആക്ച്വൽ ഒരു റിയാലിറ്റി എന്താണ് ഇതിന്റെ ഒക്കെ തന്നെ. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും, കൺസിസ്റ്റൻസി ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മുഹമ്മദ് സർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺസ് അഗൈൻ ഐ ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ. അത്രയും കാര്യങ്ങൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാൻ പറ്റാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അറിഞ്ഞ കാര്യങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ലേണിംഗ് ജേർണിയിൽ നിങ്ങൾ കൊണ്ടുവരിക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പഠിത്തത്തോടൊപ്പം തന്നെ എങ്ങനെ കരിയറിൽ എക്സൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ തന്നെ നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു ജേർണി റിലേറ്റഡ് ആയിട്ടും ജീവിതത്തിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരുടെയും തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസും മറ്റു കാര്യങ്ങളും വരും ദിവസങ്ങളിൽ കാണാമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. That's it for today. Thanks for joining.